പ്രൈസ് ദി ലോർഡ് എവരിവൺ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ഒമാൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ യൂത്ത് മീറ്റിങ്ങിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Especially I would like to thank my brothers who are with me. എന്നെ ഈ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി സഹായിക്കുന്ന പ്രിയ ബ്രദർ ഹാനോക്ക് ആൻഡ് ബ്രദർ നോവ, ബ്രദർ സാജൻ, ബ്രദർ ടോം, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത ടൈം സോണുകളിൽ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുൻപായി അനുഗ്രഹിക്കപ്പെട്ട ആമേൻ നിലയിൽ ആമേൻ നമ്മെ ആരാധനയിലേക്ക് നയിച്ച പ്രിയ സഹോദരൻ ഐ തിങ്ക് ബ്രദർ പ്രൈസ് ആൻഡ് സിസ്റ്റർ, നിങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായ ദൈവിക സാന്നിധ്യം ഞങ്ങൾക്കും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി നിങ്ങളെയും കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. Once again, I thank God for this wonderful opportunity and thank you so much for having us today. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഒരു ദിവസം കൂടി കർത്താവ്, ഒരവസരം കൂടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു പദമുണ്ട്, we don't know we may get another chance to worship God. കർത്താവിനെ ആരാധിക്കാൻ അടുത്ത് മറ്റൊരവസരം നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. So make sure that you worship God tonight. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആമേൻ. തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം നൽകാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഒരു മുഖവരകളും കൂടാതെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. യെസ്, വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യത്തിലാണെന്ന്. ഫിസിക്കലി ഒരു ഫെലോഷിപ്പ് നിങ്ങളുമായി എനിക്ക് ലഭിക്കുന്നില്ലെങ്കിലും we believe that we are connected in the Holy Spirit. പരിശുദ്ധാത്മാവിൽ നാം പരസ്പരം കണക്റ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന അതേ ദൈവിക സാന്നിധ്യം ഒട്ടും കുറയാതെ നിങ്ങളായിരിക്കുന്ന വ്യത്യസ്തമായ മുറികളിൽ, വ്യത്യസ്തമായ ഭവനങ്ങളിൽ, വ്യത്യസ്തമായ ഇടങ്ങളിൽ നിങ്ങളും അനുഭവിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So let us all worship God. ഇത് നമ്മുടെ ഭാഗ്യമാണ്. ഈ ആരാധിക്കുവാൻ യോഗ്യനായ ഒരുവൻ, അത് നാം ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവിൻ്റെ ആത്മസാന്നിധ്യത്തിൽ, പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. We worship you, God. Oh, we praise you. സ്തുതിച്ചു പാടിടും മഹിമാങ്ങയ്ക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമാങ്ങയ്ക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. Lord, there is none like you, Jesus. We worship you, Master. യേശുവേ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഞങ്ങളെ സ്നേഹിച്ചവനെ, ഞങ്ങളെ കരുതുന്നവനെ, ഞങ്ങളെ വഴി നടത്തുന്നവനെ, we worship you, Lord. വരുന്നു നാഥ നിൻ സന്നിധിയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും.
വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല യേശുവേ, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. സങ്കീർത്തനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നീ എന്നെ പലർക്കും ഒരു അത്ഭുതമാക്കി മാറ്റി. And I believe നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് അറിയാമോ? നാം തന്നെ ഒരു അത്ഭുതമായി മാറുക എന്നുള്ളതാണ്. എന്താണ് നമ്മിൽ ഈ പറയുന്നത് പോലൊരു വലിയ അത്ഭുതം സംഭവിക്കുക? ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു റൂമിനകത്തേക്ക് കയറിയ നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ പഴയതുപോലെ അല്ല, നിങ്ങൾ ആള് മാറിയവനെ പോലെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ദാറ്റ്സ് എ മിറക്കിൾ. ഇന്ന് രാത്രിയിൽ ഈ ലോകം മുഴുവൻ അതിശയിക്കുന്ന, ലോകം പോട്ടെ, സ്വർഗം ആമേൻ, ഇന്ന് രാത്രിയിൽ അതിശയത്തോടെ നിന്റെ ജീവിതത്തിൽ നോക്കിക്കാണുന്ന ഒരു വലിയ അത്ഭുതമായിരിക്കും നിന്നിൽ വരുന്ന രൂപാന്തരം, നിന്നിൽ വരുന്ന മാറ്റം. ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ഞാൻ ഉയർത്തി കാണിക്കും മുൻപേ എന്നെ കാണുന്നവർ പറയട്ടെ, ഓ അവൻ ഒരു അത്ഭുതമാണ്, അവൾ ഒരു അത്ഭുതമാണ്. ഈ മകൻ ഇങ്ങനെ അല്ലായിരുന്നു, ഈ കുഞ്ഞിങ്ങനെ അല്ലായിരുന്നു, പക്ഷേ അവൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ മുതൽ അവനിൽ വലിയ മാറ്റം സംഭവിച്ചു. യെസ്, ലെറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ബി എ മിറക്കിൾ ഇൻ യുവർ ലൈഫ്. നിന്നിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ രൂപാന്തരം ഒരു വലിയ ഉണർവായി മാറട്ടെ, ഒരു വലിയ അത്ഭുതമായി തീരട്ടെ എന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആമേൻ അങ്ങനെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. യെസ്, ഹല്ലേലൂയ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല യേശുവേ, അങ്ങെപ്പോലെ. ഇന്ന് രാത്രി അവനെ മഹത്വപ്പെടുത്തുന്നവർ കരങ്ങളെ ഉയർത്തി. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. For you are great, you're a miracle so great, there is no one else like you, there is no one else like you. For you are great, you're a miracle so great, there is no one else like you, Jesus. There is no one else like you, Yeshua. There is no one else like you. There is no one else like you. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തൻ. അങ്ങനെ ഒരു കർത്താവിന് പരിചയം ഉണ്ടെങ്കിൽ എന്നോട് ചേർന്നത് പാടുമോ? ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും.
എല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും. കുറ്റപ്പെടുത്താത്തൊരു ദൈവം, ഓ എന്നെ വിധിച്ച് തള്ളിക്കളയാത്തൊരു യേശു എനിക്കുണ്ട്. എന്റെ കുറവിൽ, എന്റെ തെറ്റുകളിൽ സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ തിരുത്തുന്ന, എന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു യേശു എനിക്കുണ്ട്. ഓ എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നാലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നാലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നാലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നാലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഓ രാവിലും പകലിലും ചേലുടുതൻ പാലനം, രാവിലും പകലിലും ചേലുടുതൻ പാലനം. ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല. ചേർന്ന് പാടുമോ? എന്നും നല്ലവൻ, നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നാലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നാലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നാലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ആ കരങ്ങളൊന്ന് ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. മാറ്റമില്ലാത്ത നല്ല കർത്താവിനെ സ്തുതിപ്പാൻ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിലും ഭാഗ്യം നൽകിയിരിക്കുന്നല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരുപാട് ആമേൻ ദൈവജനം അവർ കുടുംബമായി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സോ വണ്ടർഫുൾ ടു സീ ദാറ്റ്. ആമേൻ. കർത്താവ് നിങ്ങളിൽ അത് സന്തോഷിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ സന്തോഷമായിട്ട് ആമേൻ. നമ്മൾ എങ്ങനെയാണോ ആരാധനയിൽ ആലയത്തിൽ കടന്നു ചെന്ന് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എങ്ങനെയാണോ ആമേൻ സന്തോഷത്തോടെ ആയിരിക്കുന്നത്, അതുപോലെ തന്നെ ആമേൻ ഈ മീറ്റിങ്ങിലും പങ്കെടുക്കാൻ ആമേൻ നിങ്ങൾ ഉത്സാഹിക്കുക. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്നുവരെ എന്നെ ഒന്നിനും കുറവില്ലാതെ, ഒരു മുട്ടും വരാതെ എന്നെ നടത്തിയ എൻ്റെ കർത്താവ് ഇനി മേലാലും നടത്താൻ ശക്തനാണ്. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, വാർത്തകൾ എന്തുമാകട്ടെ, മുന്നോട്ടുള്ള 10 വർഷങ്ങൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നോക്കിയിട്ട് അവർ പല റിപ്പോർട്ടുകളും പറയട്ടെ, ബട്ട് വി നോ ദാറ്റ് ആമേൻ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ലോർഡ് ഈസ് അവർ ഷെപ്പേർഡ്. ആമേൻ. നമുക്ക് ഒന്നിനും മുട്ടുവരത്തില്ല. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചേർന്ന വാക്യം ഒന്ന് പറയാൻ പറ്റുമോ? ആമേൻ. എൻ്റെ കൂടെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. The Lord is my shepherd and I shall not be in want. So ആമേൻ. ഇതാണ് നമ്മുടെ അഷ്വറൻസ്, ഇതാണ് നമ്മുടെ ഉറപ്പ്. അവൻ നമ്മെ നടത്തുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ അവൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പറയുമോ? ആമേൻ. എനിക്കൊരു മുട്ടും വരാതെ, ഒരു ബാധയും എന്നെ തൊടാതെ, തൻ്റെ വിരിക്കപ്പെട്ട ചിറകിൽ എന്നെ മറച്ചു സൂക്ഷിക്കുന്ന യേശു, അവൻ മരിച്ചു പോയിട്ടില്ല. അവൻ ഇന്ന് രാത്രിയിലും ജീവനോടെ ഇരിക്കുന്ന ദൈവമാകിയാൽ, കമോൺ കമോൺ, ശബ്ദങ്ങളെ ഉയർത്തി ആ കരങ്ങളെയൊക്കെ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. Amen. Let's worship him. Oh, yes, come on. വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. One more time. മുട്ടൊന്നും വരികയില്ല,
ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. കമോൺ. പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ ഒന്നേച്ചു പറയുമോ? നമുക്കെതിരായി വരും ഒരായുധങ്ങളും ഫലിക്കയില്ല, അത് നമ്മെ തൊടുകയില്ല. ഇന്ന് രാത്രിയിലും എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞുകൊണ്ട്. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. കമോൺ. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറില്ല, മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ആമേൻ, 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 ആമേൻ. അവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് തളരുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും എന്ന ഉറപ്പുള്ളവരൊന്ന് ശബ്ദം ഉയർത്തി പറയുമോ ഇന്ന് രാത്രി? കമോൺ. ഓ, എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും. അതുകൊണ്ട് ഓ, പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും. അവൻ എന്നെ നടത്തുമേ. എൻ കാന്തൻ കാത്തിടും,
എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും. ഒരിക്കൽ കൂടി, ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഓ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ വാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. ചേർന്ന് പാടിക്കേ. എൻ പ്രിയൻ വാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ, സന്തോഷവേളയിൽ, സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ, സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും ഓ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഓ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ. വിശ്വസിക്കുന്നവർ അത് ഇന്ന് രാത്രി ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ ഒന്ന് ചേർന്ന്, എന്നെ കാക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ പോറ്റി പുലർത്തുന്നു യേശു എനിക്കുണ്ട്. ഓ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും. ഓ രവനം ശേരഗദോ നെഗദേരിഗദോ നം ശേരഗദോ ദോരിവനാഥഗരീവനമുഷിഗനം തെരവൈഡഗനംദേ തിരവനഗദുരാഗനമുഷിഗനാഥഗനം തേരിഗദേ. ഇന്ന് രാത്രി ലോൺലിനെസ്സിൽ നിന്ന് ഇന്ന് രാത്രി ചില പുറത്തു വരട്ടെ. ഇന്ന് രാത്രി ഞങ്ങളെ സൂക്ഷിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളപ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ തടവറയിൽ നിന്ന്, ഇന്ന് രാത്രി പിശാചിന്റെ തടവറകളിൽ നിന്ന് ഇന്ന് രാത്രി ചിലരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രി. ഓ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ആ കരങ്ങളെല്ലാം ഒന്ന് ചേർത്ത് തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ അനേകം മാതാപിതാക്കളെ, അനേകം സഹോദരങ്ങളെ ഞാൻ ഇതിനകത്ത് കാണുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ ഒരുപാട് യുവജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിൽ നിങ്ങളായിരിക്കുമ്പോൾ ഈ മീറ്റിംഗ് കഴിയുന്നിടം വരെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഈ കാലഘട്ടത്തിൻ്റെ ചില അഭിഷക്തന്മാരും അഭിഷക്തമാരും ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഒരു തോട് പൊട്ടിച്ച് അതിനകത്തു നിന്ന് ഒരു പക്ഷി പുറത്തു വരുന്നത് പോലെ ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശക്തന്മാരായ ദൈവദാസന്മാരിലേക്ക് അവരുടെ വരവ് കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് നിന്റെ കുഞ്ഞിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നിങ്ങളോട് പ്രവചിക്കുന്നത്, അവൾ എഴുന്നേറ്റ് നിങ്ങളുടെ സഭയോട് പ്രവചിക്കുന്നത്. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണെന്ന് തോന്നുന്നെങ്കിൽ കമോൺ, നിന്റെ കുഞ്ഞിന്റെ പേര് പറ. ആമേൻ, നിന്റെ മക്കളുടെ പേര് പറ. ഇന്ന് രാത്രി അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വാക്കു പറഞ്ഞ ദൈവം പേര് നോക്കാതെ, വീട് നോക്കാതെ, ആമേൻ, ആമേൻ, നിന്റെ
പ്രായം നോക്കാതെ, ആമേൻ, നിന്റെ പദവികൾ നോക്കാതെ ഇന്ന് രാത്രി അവന്റെ ആത്മാവിനെ നിന്റെ മേൽ അധികമായി തരാൻ അവന് കഴിയും. അവന് മനസ്സുണ്ട്. ഇന്ന് രാത്രി നീ തയ്യാറെങ്കിൽ എപ്പോഴും ഓർത്തുകൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. മനുഷ്യൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ വെക്കുന്ന മാനദണ്ഡം അല്ല ദൈവം വെക്കുന്ന മാനദണ്ഡം. ഇന്ന് രാത്രി നിന്റെ ബയോഡേറ്റ മേടിച്ച് പരിശോധിച്ച് നോക്കി, നിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചോദിച്ചു നിനക്ക് ജോലി തരുന്ന, ആമേൻ, ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ല സ്വർഗം, അതല്ല ദൈവം. ഇന്ന് രാത്രി ഒരു യോഗ്യതയും നിനക്കില്ലെങ്കിലും ഇന്ന് രാത്രി എന്നെ ഉപയോഗിക്കണമേ, അടിയനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആ നിയോഗത്തിന്റെ പുതപ്പ് വീഴുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നാളുകളായി മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊടുക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്താണെന്നറിയാമോ? ഓ, നിന്റെ കുഞ്ഞിന് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാകട്ടെ. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ ഡോക്ടേഴ്സ് ആകട്ടെ, നിങ്ങളുടെ മക്കൾ എഞ്ചിനീയേഴ്സ് ആകട്ടെ, നിങ്ങളുടെ മക്കൾ ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഫഷനിലേക്ക് വരട്ടെ. എന്നാൽ അതിലും വലിയൊന്ന് നിങ്ങളുടെ മക്കൾക്കായി തീരാൻ കഴിയും. ഇന്ന് രാത്രി അത് മറ്റൊന്നുമല്ല, അവരെ വീണ്ടെടുത്ത അവരുടെ കർത്താവിനെ അവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉയർത്തുന്നതാണ്. അത് വലിയൊരു പദവിയാണ്. ആമേൻ, ആമേൻ. അങ്ങനെ ഒരു ഗൈഡൻസ് കർത്താവ് നൽകുന്നത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതാ, ഇന്ന് രാത്രിയിൽ നമ്മെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്. മാതാപിതാക്കളെ, നമ്മളുടെ ഉപദേശങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. നമ്മളുടെ അനുഭവങ്ങൾ വെച്ചുള്ള നമ്മളുടെ വിവരണങ്ങൾക്കും ഉപദേശങ്ങൾക്കുമൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ അതിനുമൊക്കെ അപ്പുറം ഈ യേശു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് അവർ യഥാർത്ഥമായി ഒരിക്കലെങ്കിലും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചാൽ, ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും അവർ പോയാലും അവർ ഈ യേശുവിനെ വിട്ടു പോകത്തില്ല. അത് തന്നെയല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നേ, ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഈ ലോകത്തിനുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും കഴിയത്തില്ലെന്ന് പറയുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ പറഞ്ഞുകൊടുത്ത 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച, കുരുടന്റെ കണ്ണു തുറന്ന, ആമേൻ, ചെകിടന്റെ ചെവി തുറന്ന ആ പറഞ്ഞുകൊടുത്ത കഥകൾക്കൊക്കെ അപ്പുറത്ത് അവരുടെ വീണ്ടെടുപ്പുകാരനെ ഇന്ന് രാത്രി അവർ കണ്ടുമുട്ടട്ടെ. അവരുടെ രക്ഷകനെ ഇന്ന് രാത്രിയിൽ അവർ സ്വീകരിക്കട്ടെ. He's so wonderful. ഇന്ന് രാത്രിയിൽ എൻ്റെ യേശുവിനെ പോലെ സുന്ദരനായി വേറൊരാളില്ല. അവൻ 10,000-ങ്ങളിൽ സുന്ദരൻ. അവൻ 10,000-ങ്ങളിൽ സുന്ദരൻ. ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തെക്കാൾ, ഈ ലോകത്തിൻ്റെ മായ കാഴ്ചകളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ പ്രാണനാഥൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ്. കമോൺ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, 10,000-ങ്ങളിൽ സുന്ദരനായ ഒരാത്മ മണവാളൻ നമുക്കുണ്ട്. ചേർത്തിടും ആ നല്ല നാഥൻ, പോറ്റിടും എന്നെ പുലർത്തിയിടും, താങ്ങിടും എൻ്റെ വേദനയിൽ, കാവലായി എന്നും കൂടെയുണ്ട്, ചേർത്തിടും ആ നല്ല നാഥൻ, പോറ്റിടും എന്നെ പുലർത്തിയിടും, താങ്ങിടും എൻ്റെ വേദനയിൽ, കാവലായി എന്നും കൂടെയുണ്ട്. സുന്ദരനെ, മഹോന്നതനെ,
മഹോന്നതനേ, അങ്ങിൽ ഞാൻ ചാരുന്നു നാഥ. സുന്ദരനെ സുന്ദരനെ മഹോന്നതനേ, അങ്ങിൽ ഞാൻ ചാരുന്നു നാഥ. വഴികൾ അടഞ്ഞ നേരം കൂട്ടിനായി ചാരി വന്നു, തള്ളുകില്ല കൈവിടില്ല, നൽകുമെന്നും മാറാത്ത സ്നേഹം. പോറ്റിടും ആ നല്ല നാഥൻ, ചേർത്തിടും എന്നെ പുലർത്തിയിടും, താങ്ങിടും എൻ്റെ വേദനയിൽ, കാവലായി എൻ്റെ. ഇന്ന് രാത്രി യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടത് പാടാൻ കഴിയുമോ? ചേർത്തിടും ആ നല്ല നാഥൻ, പോറ്റിടും എന്നെ പുലർത്തിയിടും, താങ്ങിടും എൻ്റെ വേദനയിൽ, കാവലായി എന്നും കൂടെയുണ്ട്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പാടിയൊരു പാട്ടാണ്. കർത്താവിൻ്റെ ഒരു ദാസൻ, കുവൈറ്റിലുള്ള കർത്താവിൻ്റെ ദാസൻ ബ്രദർ പ്രിൻസ് അന്തേരിൽ എഴുതിയ സംഗീതം പകർന്നൊരു ഗാനമാണ്. ഇന്ന് ഈ പാട്ട് പാടുമ്പം എനിക്ക് വലിയൊരു സാക്ഷ്യം ഇതിനകത്ത് പറയാനുണ്ട്. കർത്താവിൻ്റെ കൃപയാലോ ഈ അടുത്ത ഇടയ്ക്ക് കുറേ പാട്ടുകൾ പാടാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകി. ഞങ്ങൾക്ക് ഒരുമിച്ച്, പ്രത്യേകിച്ച് ഹാനോക്ക്, ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കർത്താവ് അവസരങ്ങൾ നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ എൻ്റെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന മോൻ ഇപ്പം എറണാകുളത്തെ ഒരു വലിയ ആശുപത്രിയിൽ തൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് താനിപ്പോൾ ഹോസ്പിറ്റൽ കിടക്കയിലാണ്. താൻ ഈ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ തൻ്റെ അവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ കോണ്ടാക്ട് ചെയ്തു. വളരെ സന്തോഷത്തോടെ എന്നോട് അദ്ദേഹം സംസാരിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ തകർന്നുപോയി. അദ്ദേഹം പറയുകയാണ്, അച്ചാ ഇപ്പോഴും ഡോക്ടേഴ്സ് ഒരു ഹോപ്പും പറയുന്നില്ലെന്ന്. എന്ന് വെച്ചാൽ തനിക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷയോ പ്രത്യാശയോ കൊടുക്കാൻ ഡോക്ടേഴ്സിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴും ആ മകൻ മരണത്തിൻ്റെയും ജീവൻ്റെ ഇടയ്ക്കാണ്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞ വാക്കെന്താണെന്ന് കേൾക്കണമോ? അച്ചാ ഈ പാട്ടിൻ്റെ ഈ വരികൾ, ഞാൻ ആ സ്റ്റാൻസ് പാടാൻ പോവാ. ഈ പാട്ടിൻ്റെ ഈ വരികൾ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കൊരു വിഷമം തോന്നി. കാര്യം ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെ എനിക്കൊരു ഒരു പൂർണ്ണ വിടുതൽ എന്നൊരവസ്ഥയിലേക്ക് എനിക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷെ അവൻ പറയുക, ഇതൊക്കെ ആണെങ്കിലും ഈ വരികൾ കേട്ടപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ കർത്താവിനോട് പരാതിപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ യേശുവപ്പായെ എനിക്ക് കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ഈ അവസ്ഥ എൻ്റെ യേശുവപ്പ അറിഞ്ഞിട്ട് തന്നെയാണ്. ഇത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ യേശുവപ്പായി കുറ്റം പറയത്തില്ല. കാരണം ആ വരികൾ ഇങ്ങനെയാണ്: വിട്ടുപിരിയാൻ ആവാത്ത പോലെ അത്രമാത്രം എന്നെ സ്നേഹിച്ചു നീ. വിട്ടുപിരിയാൻ ആവാത്ത പോലെ അത്രമാത്രം എന്നെ സ്നേഹിച്ചു നീ. എങ്ങനെ ഞാനങ്ങേ മറന്നിടും പ്രിയനെ, അത്രമാത്രം എന്നെ കരുതിയല്ലോ. എങ്ങനെ ഞാനങ്ങേ മറന്നിടും
മാത്രം എന്നെ. ഇന്ന് രാത്രിയിലും ഒരു പൂർണ്ണ വിടുതൽ തൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്ത എൻ്റെ പ്രിയ സ്നേഹിതൻ ഇന്ന് രാത്രിയിൽ ഈ വരികൾ പാടി ദൈവത്തെ ആരാധിക്കാനും സന്തോഷിക്കാനും അവന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നമുക്കെത്ര പേർക്ക്, നമുക്കെത്ര അധികം ഇന്ന് രാത്രി ദൈവത്തെ പാടാൻ കഴിയും? എങ്ങനെ അവനെ മറക്കാൻ കഴിയും? അവൻ നമ്മെ കരുതിയ വിധങ്ങൾ ഓർത്ത ചേർത്തിടും ആ നല്ല നാഥൻ, പോറ്റിടും എന്നെ, പുലർത്തിയിടും, താങ്ങിടും താങ്ങിടും എൻ്റെ വേദനയിൽ, കാവലായി എന്നും കൂടെയുണ്ട്, ചേർത്തിടും ആ നല്ല നാഥൻ, പോറ്റിടും എന്നെ, പുലർത്തിയിടും, താങ്ങിടും എൻ്റെ വേദനയിൽ, കാവലായി എന്നും കൂടെയുണ്ട്. യെസ് കർത്താവേ, ഇന്ന് രാത്രിയിൽ ഒരു നിഴൽ പോലെ ഞങ്ങളുടെ കൂടെ അങ്ങുണ്ട്. We know your presence is going before us. ഇന്ന് രാത്രിയിലും മോശ പറഞ്ഞതുപോലെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മുൻപേ പോയിട്ടുണ്ട്. ഞങ്ങൾ ജയം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഒരു മടിയും കൂടാതെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങാണ് ഞങ്ങളെ ജയത്തിലേക്ക് നയിക്കുന്നവൻ. യെസ് ലോർഡ്, ഇന്ന് രാത്രി ഞങ്ങളെ പോറ്റുന്നവൻ, ഞങ്ങളെ പുലർത്തുന്നവൻ, ഞങ്ങളെ കൈവിടാത്തവൻ, കാവലായി ഞങ്ങളുടെ കൂടെയുള്ള ആ നല്ല കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി ഇങ്ങനൊരു സമയം ആമേൻ ഞങ്ങൾക്ക് വേർതിരിച്ച് നൽകിയ ഈ സഭയോടും പ്രത്യേകിച്ച് കർത്തൃദാസൻ പാസ്റ്റർ ബിനോയ് ആൻഡ് ഫാമിലി, ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവ് എനിക്ക് നൽകിയ ഒരു ചിന്ത വളരെ വേഗത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഒന്ന് രണ്ട് പാട്ടുകളും കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിശ്ചയമായും ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ കർത്തദാസൻ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ ഓർപ്പിച്ചതുപോലെ ഇതിനകത്ത് പ്രായം കൊണ്ട് മാത്രമല്ല മനോഭാവത്തിലും മനസ്സുകൊണ്ടുമൊക്കെ യൗവനം തുടിക്കുന്ന അനേക മുഖങ്ങളെ ഇന്ന് രാത്രിയിൽ എനിക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലും ഒരേ മനോഭാവവും ഒരേ ദർശനവും പേറി നിൽക്കുന്ന ഒരു കാലേബ് യോശുവ കൂട്ടുകെട്ട് ഈ കാലഘട്ടത്തിലും സംഭവിക്കണമെന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന ആ ഒരു വേർഡ് പലപ്പോഴും സഭകളിൽ ഉണ്ട്. പിള്ളേർ പറയും, ഓ അച്ചായനെ ഇതിനകത്ത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, അച്ചായനെ നമ്മൾ പറയുന്നൊന്നും മനസ്സിലാകത്തില്ല. അച്ചായൻ പറയും, ഇവിടെ പിള്ളേർ കളിക്കൊന്നും ഇവിടെ സ്ഥലമില്ല, ഇവിടെ സമയമില്ല എന്ന് അച്ചായനും പറയും. പക്ഷേ ഒരേ സമയം മക്കളെ, ഞങ്ങളുടെ കാലം ഞങ്ങളെ ദൈവം ഉപയോഗിച്ചതുപോലെ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ട സകല സപ്പോർട്ടും ഞങ്ങൾ നൽകുമെന്നും അപ്പോൾ തന്നെ ആമേൻ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന സപ്പോർട്ടും അവരുടെ അനുഭവത്തിൻ്റെ ഒരു സപ്പോർട്ടുമൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു യുവതലമുറയും ഒരു സഭയിലുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ തുടങ്ങും ഉണർവ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ആമേൻ, ഈ ക്രിക്കറ്റിനകത്തൊക്കെ സച്ചിൻ സേവാഗ് കൂട്ടുകെട്ട് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അവരുടെ ഒരു ഓപ്പണിംഗ് ആ ഒരു ഇതുണ്ട് എന്ന് പറയുന്നത് പോലെ
നമ്മുടെ സഭകളിൽ ഈ കാലഘട്ടങ്ങളിൽ അത് സംഭവിക്കട്ടെ. കാലേബും യോശുവയും ഒരുമിച്ച് ചേർന്നുള്ള അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ആമേൻ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. അത് സഭകൾക്ക് അനുഗ്രഹമായി മാറട്ടെ. സഭയിൽ നിന്നുള്ള ആമേൻ എല്ലാ കലക്കങ്ങളും എല്ലാ ഭിന്നതകളും ആമേൻ ചിന്തകളും ഒക്കെ മാറട്ടെ. ആമേൻ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ചേർന്നിരുന്ന് ഈ ദിവസങ്ങളിൽ ദേശത്തിനായി പ്രാർത്ഥിക്കട്ടെ. വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും ഇന്ന് രാത്രിയിൽ ഇങ്ങനൊരു അവസരം കർത്താവ് നൽകിയതിൽ ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുക. ആമേൻ. വളരെ വേഗത്തിൽ ദൈവം എനിക്ക് നൽകിയ ചിന്ത നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ യൗവനക്കാർ, ഞാൻ കുറച്ചൊക്കെ അവരുടെ ഭാഷയിലൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഡേ, ഓൺ ദ വെരി ഫസ്റ്റ് ഡേ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആദ്യം ടീച്ചർ നമ്മളോട് പറയുന്നത്, ടീച്ചർ ആദ്യം ടെക്സ്റ്റ് എടുത്ത് പഠിപ്പിക്കുകയല്ല, ആദ്യം നമ്മളോട് സാധാരണ പറയാറുള്ളത് ഇങ്ങനെയാണ്: ഓക്കെ, വി ആർ അബൌട്ട് ടു ബിഗിൻ അവർ ക്ലാസ്. നമുക്ക് ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാം, നമുക്ക് തമ്മിലൊന്ന് പരിചയപ്പെടാം, അല്ലേ? നമ്മൾ പരിചയപ്പെടാമെന്ന് പറയും. അപ്പോൾ പരിചയപ്പെടാൻ പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് ഒരു ടീച്ചറിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ബട്ട് ഇഫ് യു ആർ ദെയർ ഫോർ ആൻ ഇൻ്റർവ്യൂ, ഫോർ എ ജോബ്, അവിടെ കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നിങ്ങൾ പരിചയപ്പെടുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ എന്താ പറയുന്നത്, ടാലൻറ്റ്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് കഴിവുള്ള മേഖലകൾ ഏതാണെന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. വെൽ, ഇന്ന് രാത്രിയിൽ ഇതിൽ മനുഷ്യരെ പരിചയപ്പെടുത്തുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ദൈവം ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. ആമേൻ. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരുപക്ഷെ കേട്ടാൽ നമുക്ക് ഒക്വേർഡാണെന്നൊക്കെ തോന്നിപ്പോകുന്ന വിശേഷണ പദങ്ങളാണ് ദൈവം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവം ഉപയോഗിക്കുന്നത്. ആമേൻ. സോ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദിസ്? നമ്മളെ എങ്ങനെയായിരിക്കും ദൈവം പരിചയപ്പെടുത്തുക? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവം ഉപയോഗിക്കാൻ സാധ്യതയുള്ള വിശേഷണ പദങ്ങൾ എന്തൊക്കെയാണ്? എന്തായിരിക്കും നമ്മളെക്കുറിച്ച് കർത്താവ് ഹൈലൈറ്റ് ചെയ്യുന്നത്? വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് വ്യക്തികളെ ദൈവം തന്നെ പരിചയപ്പെടുത്തിയ സംഭവത്തിലൂടെ ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിലേക്ക് വേഗത്തിൽ ഞാൻ കടക്കുകയാണ്. The first character from the Bible is none other than Job. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, praise the Lord, hallelujah, yes. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. സമയക്കുറവ് മൂലം ഞാനത് ബാക്കി വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ സത്യത്തിൽ ആ വ്യക്തിയുടെ പ്രൊഫഷൻ എന്താണ്, ആ വ്യക്തിയുടെ കുടുംബം എന്താണ്, ആ വ്യക്തിയുടെ അസറ്റ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഓരോ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ എങ്ങനെയാണ് ഈ മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം ദ വെരി ഫസ്റ്റ് വേഴ്സ് എന്താണ് ആമേൻ ഉപയോഗിച്ചിരിക്കുന്നത്? 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഇയ്യോബിനെ കുറിച്ച്: he was blameless, he was upright, he was a God-fearing man, and at last turning away from evil. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. നിങ്ങളൊന്ന് ചിന്തിച്ചോണേ, ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ചർച്ചിൽ അടുത്ത ആഴ്ച ആരെങ്കിലും നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് ഓർത്ത് നോക്കിയേ. ജസ്റ്റ് ഇമാജിൻ, നമുക്ക് എന്തു തോന്നും? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇത് എന്നെ തന്നെയാണോ പറയുന്നേ, അതോ ഇത് വേറെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? കമോൺ, നമ്മൾ ചിന്തിക്കും ഇത് എന്നെക്കുറിച്ച് തന്നെയാണോ പറയുന്നത്. കാര്യം
നമുക്ക് നന്നായിട്ടറിയാം നമ്മൾ ആരാന്ന്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഈ ലോകത്തിൽ വേറെ ആർക്കും അറിയത്തില്ല, പാപ്പായ്ക്കും അറിയത്തില്ല, മമ്മിക്കും അറിയത്തില്ല, പാസ്റ്ററിനും അറിയത്തില്ല. നമ്മളെ നന്നായിട്ട് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പക്ഷേ നമ്മളെ അറിയുന്നതിനേക്കാൾ നമ്മെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ സകല നമ്പറുകളും കാണിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കമോൺ. ആമേൻ. കർത്താവിന് നമ്മളെ ഒത്തിരി ഇഷ്ടമാണ്. ആമേൻ. അതാ ഇന്ന് രാത്രി പറയാൻ പോകുന്നത്. കർത്താവിന് നമ്മളോടുള്ള ഇഷ്ടമായി പറയാൻ പോകുന്നത്. ആമേൻ. അപ്പോൾ ദൈവം ഇയ്യോബിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ദൈവം പറഞ്ഞ വാക്കുകളായത്: നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. കമോൺ. ആമേൻ. അടുത്ത മനുഷ്യൻ ആരാന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ ആ മനുഷ്യനെ കാണുന്നു. ദൈവം ഉണ്ടാക്കിയ മനുഷ്യർ മുഴുവൻ പാപം ചെയ്ത് വഷളത്വം പെരുകി. ആമേൻ. ദൈവം ഉണ്ടാക്കിയ മനുഷ്യരെ മുഴുവൻ ആമേൻ നശിപ്പിക്കാൻ ദൈവം പദ്ധതി എടുക്കുമ്പോൾ അതിനിടയിലൂടെ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ഒരു മനുഷ്യൻ, അതിന്റെ ഇടയ്ക്ക് കൂടി ദൈവം നശിപ്പിക്കാൻ പദ്ധതി ഇട്ടതിന്റെ ഇടയ്ക്ക് കൂടി ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് മറ്റൊരു വഴിയെ ആമേൻ അനുഗ്രഹത്തിലേക്ക് പോയ ഒരു മനുഷ്യൻ നോഹയെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? നോഹയെ കുറിച്ച് പറയുമ്പം അവിടെ എഴുതി, ഞാൻ സമയക്കുറവ് മൂലം വായിക്കുന്നില്ല. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങൾ. സാധാരണ വംശപാരമ്പര്യം പറഞ്ഞിട്ട് ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നയാളുടെ മകൻ എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവ് അതിനിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കയറ്റി വെച്ചിരിക്കുക. അവൻ നീതിമാൻ, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കൻ, അവൻ ദൈവത്തോട് കൂടെ നടന്നു. He was righteous, blameless in his time, walked with God. ഇപ്പൊ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ദൈവം എന്നാണ് നമ്മളെക്കുറിച്ച് നോക്കുന്നതെന്ന്, ദൈവം എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. അടുത്തൊരു മനുഷ്യനെ കുറിച്ച് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഈ കിടന്ന് പാടുന്ന പാട്ടോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാതെ പറയുന്ന വാക്യങ്ങളോ, അല്ലെങ്കിൽ PYPK എന്ന പോലെ നമ്മൾ യൂത്ത് മീറ്റിങ്ങിനകത്ത് നമ്മൾ പങ്കെടുക്കുന്നു, ഇതൊന്നും വേണ്ടെന്നല്ല. അങ്ങനെ ഒന്നും ചിന്തിക്കല്ല. അല്ലല്ല, ഇതിനും അപ്പുറത്ത് മറ്റെന്തോ ആണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Know what God expects from you. ദൈവത്തിന് നിങ്ങളിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ എന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, സത്യം പറഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മൾ എന്നും കേൾക്കുന്ന മാതാപിതാക്കളിൽ നിന്ന്. ഞാൻ ചിന്തിച്ചതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ നീ വരുന്നില്ല. ഇതല്ലേ നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്ക്. സെയിം ഇത് തന്നെയാണ് ഇന്ന് രാത്രി ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നോ മൈ സൺ, മൈ ഡോട്ടർ, മൈ എക്സ്പെക്ടേഷൻ ഈസ് ഡിഫറെന്റ്. ഇന്ന് രാത്രി നിന്നിൽ നിന്നുള്ള എൻ്റെ എക്സ്പെക്ടേഷൻ വ്യത്യസ്തമാണ്. മറ്റൊരു മനുഷ്യൻ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ മറ്റാരുമല്ല, ദാവീദ്. 1 ശമൂവേൽ 16:18 ദാവീദിനെ രാജാവിൻ്റെ ഒരു പടയാളി പരിചയപ്പെടുത്തുന്ന വാക്യം കിടപ്പുണ്ട്. അതിനകത്ത് ദാവീദിനെ കുറിച്ച് മനുഷ്യൻ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ദാവീദിനെ കുറിച്ച് ഇങ്ങനെ പറയാ: ഹി വാസ് എ സ്കിൽഫുൾ മ്യൂസീഷ്യൻ. അവൻ കിന്നരവായനയിൽ നിപുണനാണ്. എ മൈറ്റി മാൻ. അവനൊരു പരാക്രമശാലിയാണ്, അവനൊരു വാറിയറാണ്, അവനൊരു യോദ്ധാവാണ്. ആൻഡ് ഹി സോ പ്രുഡന്റ് ഇൻ സ്പീച്ച്. വാക്ചാതുര്യമുള്ളവനാണ്. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ടോണേ, he is so handsome. അവൻ കോമളനാണ്. ഏറ്റവും അവസാനം മനുഷ്യൻ പരിചയപ്പെടുത്തിയപ്പോൾ ഏറ്റവും അവസാനം കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? യഹോവ അവനോട് കൂടെയുണ്ട്. The Lord is with him. പക്ഷേ ഇത് മനുഷ്യൻ പറഞ്ഞതാണ്. വളരെ വേഗത്തിൽ ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞ ഒരു പദമുണ്ട്. 1 ശമൂവേൽ 13:14 പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഒറ്റ വേർഡിനകത്ത് ശമൂവേൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി. എന്നാന്ന് പറയാമോ? David, a man after his own heart, a man after God's own heart. ആമേൻ. യഹോവയ്ക്ക് ബോധിച്ച മനുഷ്യൻ. കണ്ടോ? യഹോവയ്ക്ക് ബോധിച്ച മനുഷ്യൻ. ഒരാമേൻ പറയാമോ? അപ്പോൾ യഹോവയ്ക്ക് ബോധിച്ച മനുഷ്യൻ എന്നതിനകത്ത് എല്ലാം ഉണ്ട്. You are highly favored one of God. നിങ്ങൾ ഈ പദമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഈ പദത്തിന്, ഈ വിശേഷണങ്ങൾക്ക് യോഗ്യരായ ഒരുപാട് പേരില്ല ബൈബിളിൽ. ചിലരെ കുറിച്ചൊക്കെ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൂ. അവരിൽ ചിലരാണ് ഈ നോഹയും ഈ ഇയ്യോബും ഈ ദാവീദുമൊക്കെ. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ,
ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ദാവീദിന്റെ നെഗറ്റീവ്സ് ആണ്. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മൾ മനുഷ്യരങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ നന്മ കാണുന്നതിന് മുൻപേ അവന്റെ ജീവിതത്തിലെ തിന്മയാണ് നമ്മുടെ കണ്ണിൽ പെടുന്നത്. പക്ഷെ എൻ്റെ ദൈവം ഈ തിന്മകളെയൊക്കെ ഇങ്ങനെ മാറ്റും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയും. വർഷങ്ങൾക്ക് മുൻപ് ഈ യേശു കർത്താവ് എന്നെ സ്നേഹിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ പാപക്കറകളെയൊക്കെ തൻ്റെ രക്തത്താൽ കഴുകി അവൻ എന്നെ ശുദ്ധീകരിച്ചത് നിമിത്തമാണ് ഇന്ന് രാത്രി ഞാൻ അവൻ്റെ പൈതലായി മാറിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു. യേശു കർത്താവ് ഇന്ന് രാത്രി വന്നിരിക്കുന്നത് നിങ്ങളെ കുറ്റം വിധിക്കാനല്ല, നീ ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയാനല്ല, നിന്നെ അവൻ വേണ്ടെന്ന് പറയാനല്ല, മറിച്ച് നീ എൻ്റെ ഹൃദയപ്രകാരമുള്ളവളാണെന്ന് പറയാനാണ് യേശു കർത്താവിന് ഇന്ന് രാത്രി ഇഷ്ടം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി ഒന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങളെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ തലമുറയിലുള്ള നമ്മെ വരും തലമുറയ്ക്ക് ദൈവം എങ്ങനെ പരിചയപ്പെടുത്തും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മയൊക്കെ ആ വരുന്ന തലമുറയ്ക്ക് എങ്ങനെയായിരിക്കും ദൈവം പരിചയപ്പെടുത്തുന്നത്? കർത്താവിന് നമ്മിൽ വലിയ പ്രതീക്ഷകളുണ്ട്. ഒരു ആമേൻ പറയാമോ? എൻ്റെ മാതാപിതാക്കൾക്ക് എന്നിലുള്ളതിനേക്കാൾ, എനിക്കെന്നെക്കുറിച്ചുള്ളതിനേക്കാൾ വലിയ പ്രതീക്ഷ എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ആമേൻ എനിക്കൊരിക്കലും ഇതിനകത്തുനിന്ന് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാമേൻ പറയാമോ? എവ്രി യങ്സ്റ്റർ നിങ്ങളൊന്ന് പറഞ്ഞേ, ഐ കാനോട്ട് ഗിവ് അപ്പ്. ജീവിതത്തിൽ ഗിവ് അപ്പ് ചെയ്യാൻ എളുപ്പമാണ്. എവ്രിവൺ ഡു ദാറ്റ്. എല്ലാവരും അത് ചെയ്യാറുണ്ട്, ഗിവ് അപ്പ് ചെയ്യാൻ. നോ, എഴുന്നേൽക്കാനാണ് ഇന്ന് രാത്രി ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. കൈ പിടിക്കാൻ ആരുമില്ലെങ്കിൽ നിന്നെ മെനഞ്ഞവൻ, നിന്നെ നിർമ്മിച്ചവൻ തന്നെ ഇന്ന് രാത്രി വലങ്കരം തന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ അവൻ റെഡിയാണ്. നിങ്ങൾ പറയുമായിരിക്കും, കർത്താവേ ഞാൻ തകർന്ന് തരിപ്പണമായി പോയി, എനിക്കൊരു ഷേപ്പ് പോലുമില്ല. കർത്താവ് പറയും, നിന്റെ തകർന്ന എല്ലാ കഷണങ്ങളെയും ഞാൻ ഓരോന്നായിട്ട് ഞാൻ പെറുക്കിയെടുക്കാനുള്ള ക്ഷമ എനിക്കുണ്ട്. എന്നിട്ട് നീ പോലും വിചാരിക്കാത്ത വിധത്തിൽ നിന്നെ ഒരു മാനപാത്രമായി പണിതുയർത്തുവാൻ എനിക്ക് കഴിയും. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ലോർഡ്, ജസ്റ്റ് എ വേർഡ്, ലോർഡ് ഐ ഗീവ് മൈസെൽഫ് ഇൻടു യുവർ ഹാൻഡ്സ്. ലോകം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ കുശവന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കുമോ? എങ്ങനെ ദൈവം നമ്മെ പരിചയപ്പെടുത്തും? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ലോകത്തിൽ ചിലയിടത്തൊക്കെ നിങ്ങളെ തഴഞ്ഞിരിക്കാം, നിങ്ങളെ അവഗണിച്ചിരിക്കാം, ചിലയിടത്തൊക്കെ നിങ്ങളുടെ പേര് വിട്ടുപോയിരിക്കാം. വിട്ടുകള, നെവർ മൈൻഡ്. ഈ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ആശാര്യപ്പച്ചനെ. ആശാര്യ ഉപദേശി എത്ര പേർക്കറിയാം? ആശാര്യപ്പച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ ആശാര്യപ്പച്ചൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എനിക്കാകെ കൂടി അറിയാവുന്ന 2 ഇംഗ്ലീഷ് വാക്കാണ്. ഒന്ന്, നോ പ്രോബ്ലം. 2, നെവർ മൈൻഡ്. ഈ 2 ഇംഗ്ലീഷ് വാക്കുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം ജയകരമാക്കാമെന്നാ ആശാര്യപ്പച്ചൻ പറയുന്നത്. സത്യമല്ല ദൈവജനമേ? ഉള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ കേൾക്കുമ്പം പറയണം, I am a child of God, so no problem. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, no problem. Whatever happens around me, എനിക്കൊരു കുഴപ്പമില്ല, no problem. ഇനി നിന്നെ കുത്തുന്നവർ, നിന്നെ വേദനിപ്പിക്കുന്നവർ, നിന്നെ കല്ലെറിയുന്നവരുണ്ടാകാം, never mind. മുൻപോട്ട് പോവുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിങ്കലേക്ക് നിന്റെ കണ്ണുകളെ പതിപ്പിച്ച് നീ മുൻപോട്ട് പോകുക. നിനക്ക് എത്തിച്ചേരാൻ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആമേൻ പറയാമോ? നിനക്ക് എത്തിച്ചേരാൻ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നിനക്ക് ഓവർകം ചെയ്യാൻ നിന്റെ മുമ്പിൽ അവൻ ഓരോ ലെവൽസ് വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അതിലേക്ക് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. വളരെ വേഗത്തിൽ ആമേൻ ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ വേഗത്തിൽ ഒരു 3 പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഇത്രയും പറഞ്ഞത് മറന്നാലും നിങ്ങൾ ആ 3 പോയിന്റ് മറക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
നിങ്ങളെ ദൈവം അംഗീകരിക്കുന്ന ദിവസത്തിനായി യോഗ്യരാകാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ക്വാളിറ്റീസിനൊക്കെ യോഗ്യരായി മാറാൻ. നിങ്ങൾക്കറിയാം, ദൈവം ആരെയും വെറുതെ ചുമ്മാ പൊക്കത്തില്ല. ഒരാമൻ പറഞ്ഞാട്ട്, വെറുതെ കർത്താവ് ആരെയും പ്രശംസിച്ചിട്ടില്ല. ആരെയെങ്കിലുമൊക്കെ ദൈവം പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ they had paid the price. അവർ വില കൊടുത്തിട്ടുണ്ട്. കേട്ടോ. നിങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലായി മാറാൻ, ദൈവം എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദിനത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഫസ്റ്റ് തിങ്, be undefiled. Let me say it again, be undefiled. മലിനപ്പെടാതിരിക്കുക. ഒരാമൻ പറയാമോ? യങ്സ്റ്റേഴ്സ് എന്നെ കേൾക്കുന്നെങ്കിൽ ഒന്ന് പറഞ്ഞ്, മലിനപ്പെടാതിരിക്കുക. be undefiled. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: രാജാവിൻ്റെ സ്വാദുഭോജനങ്ങൾ തൻ്റെ മുമ്പിൽ ഓഫർ ചെയ്യപ്പെട്ടപ്പോൾ, ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, he made up his mind that he would not defile himself. He made up his mind. It didn't come all of a sudden. No, അത് വന്നതല്ല. He made up his mind. He could have said yes to that. അവന്റെ മുമ്പിൽ നീട്ടപ്പെട്ട ഓഫറിനെ അവന് സ്വീകരിക്കാമായിരുന്നു, അവൻ യെസ് പറയാമായിരുന്നു. ബട്ട് അവിടെ എഴുതിയിരിക്കുന്നു, he made up his mind so that he said, I won't defile myself with this. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിലും ഈ ലോകത്തിനു മുമ്പിൽ എല്ലാവർക്കും വെച്ചു നീട്ടുന്ന ചില ഓഫറുകൾ നിങ്ങളുടെ മുൻപിലും വരുമ്പോൾ, can you just make your mind in such a way that I cannot defile myself? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നോ. എല്ലാവരും എസ് പറയുന്നതിനോട് എസ് പറയാൻ എളുപ്പമാണ്, എന്നാൽ എല്ലാവരും എസ് പറയുന്നതിനോട് നോ പറയാൻ മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ഇതൊക്കെ ഒരു ട്രഡീഷനാണ്, അല്ലെങ്കിൽ നാളുകളായിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപദേശം കേട്ട് മടുത്തു. അല്ല മക്കളെ, അല്ല, അങ്ങനെ അല്ല. We are separated. മനസ്സിലാക്കിക്കേ, നമ്മൾ എല്ലാവരെയും പോലെ അല്ല. രൂപത്തിലും ഭാവത്തിലും ജോലിയിലും കാര്യങ്ങളിലും ഒക്കെ എല്ലാവരെ പോലെ സെയിം ആണെന്ന് തോന്നിയാലും സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. യു ആർ കോൾഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫോർ ദ ലോർഡ്. നീ കർത്താവിൻ്റെ നാമത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, നീ വേർപെട്ടവനാണ്. ഈ വാക്കൊക്കെ പണ്ട് അപ്പച്ചന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സാധനമാണ്, നീ വേർപെട്ടവനാണ് എന്ന് വെച്ചാൽ എല്ലാവരും യേശു പറയുന്നതിനോട് യേശു പറയാൻ നമുക്ക് പ്രമാണമില്ല. ആഫ്റ്റർ ഓൾ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം, അത് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. യു മേ പ്ലീസ് പീപ്പിൾ. നിങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യനെ സന്തോഷിപ്പിക്കാം. യു മേ പ്ലീസ് യുവർ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിന് എന്ത് തോന്നും, ഞാൻ എല്ലാവരും കൂടെ ഇതിനെ ഓരോക്കെ പറഞ്ഞ് എല്ലാവരും അതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുമ്പോൾ, ഞങ്ങളുടെ ഭാഷ ഇവിടുത്തെ സെറ്റാക്കി ഇതെല്ലാം കൂടെ വെച്ചിരിക്കുമ്പം ഞാനൊരു നോ പറഞ്ഞ എല്ലാവർക്കും എന്ത് തോന്നും? ഫോർ ദിസ് ടൈം ഇതിങ്ങനെ പോകട്ടെ, ലെറ്റ് ഇറ്റ് ഗോ ഫോർ ദിസ് ടൈം. നോ. അവിടെ നീ പറയുകയാണ്, ഞാനൊരു ദൈവവൈതലാണ്, എനിക്കിതിനോട് യേശു പറയാൻ കഴിയില്ല, ഐ എം സോ സോറി. ഒരു പക്ഷെ നിന്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നിന്നെ പുറത്താക്കാം, പക്ഷേ അവിടെ നീ ചേരുന്നത് യഹോവ ഭക്തനായ ഒരു പുരുഷൻ എന്ന അംഗീകാരത്തിന് എൻ്റെ ദൈവം സൈൻ ചെയ്യുകയാണെന്ന് മറന്നു പോകരുത്. അവരുടെ ദൈവം സ്വർഗത്തിൽ ഇതിന് സൈൻ ചെയ്യും. എന്നാണെന്നറിയാമോ? അവൻ്റെ തലമുറയിൽ അവൻ നിഷ്കളങ്കനായി നടന്നു, അവൻ്റെ തലമുറയിൽ അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നതിന് ദൈവം സൈൻ ചെയ്യും. A simple step of obedience will bring a great blessing in your life. ഇന്ന് രാത്രിയിൽ ഒരു ചെറിയ അനുസരണം മതി നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരാൻ. ആമേൻ. കുരുടന് വഴി കാണിച്ചാൽ എല്ലാവരും കുഴിയിൽ വീഴുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒരു ട്രെൻഡിന്റെ പുറകെ ഇന്ന് രാത്രി പോകുമ്പോൾ അവരുടെ ഇടയിൽ നിന്നൊന്ന് തിരിഞ്ഞു സഞ്ചരിക്കാൻ,
ഒന്ന് മാറി സഞ്ചരിക്കാൻ, ടു ടേക്ക് എ ഡീവിയേഷൻ ഫോർ ദ ലോർഡ്സ് സേക്ക്, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഒരു ഡീവിയേഷൻ എടുക്കാൻ നീ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ നിന്റെ പുറകെ ഒരു വലിയ തലമുറ, ഒരു ജനറേഷൻ തന്നെ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടും. എനിക്കറിയത്തില്ല, എൻ്റെ സമയം പെട്ടെന്ന് തീരുക. So be undefiled. As we said, the world may say yes, it's okay, but for us it's not. Everything is not okay for us. Amen. സങ്കീർത്തനം 119:1 ഇങ്ങനെയാ പറയുന്നേ, blessed are the undefiled in the way who walk in the law of the Lord. ആരാണ് അനുഗ്രഹീതർ? ആരാണ് blessed? Blessed are the undefiled. Jesus. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കാൻ, ഞാൻ അടുത്ത ആ ഒരു പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് പറയുക, ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുമോ എൻ്റെ കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യാൻ, ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, പറയാൻ ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കത്തില്ല. ഐ നോ മൈ ബോഡി ഈസ് ഗാഡ്സ് ടെമ്പിൾ. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വി ഹാവ് ടു മേക്ക് എ ചേഞ്ച്. ഇന്ന് രാത്രിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മിലാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ. കർത്താവിന് ഒരിക്കലും ഉൽപ്പത്തി പുസ്തകത്തിലെ ആ നോഹയെ ഇനി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. പക്ഷേ വി ആർ ദ നോവാസ് ഓഫ് ദിസ് ജനറേഷൻ. ഈ കാലഘട്ടത്തിൻ്റെ നോഹമാർ ഞാനും നിങ്ങളുമൊക്കെയാണ്. നമുക്കൊന്ന് മാറി നിൽക്കാം, നമുക്കൊന്ന് മാറി ചിന്തിക്കാം. ആമേൻ. ഈ കർത്താവിനെ ഫോളോ ചെയ്യുന്നവർ പോലും പലപ്പോഴും അവർ അരുതാത്ത വഴികളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. I won't go and I won't let another people go in that way. ഞാൻ ഒരിക്കലും പോകില്ല, എന്നാൽ കഴിയുന്നത് പോലെ മറ്റുള്ളവരെ പോകാൻ ഞാൻ അനുവദിക്കില്ല. അവരെ കർത്താവിങ്കലേക്ക് ഞാൻ വഴിതിരിച്ചു വിടും. അതിനുള്ള കൃപ എനിക്ക് വേണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ പറയും? നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന്. പാസ്റ്റർ, നോ, ഇത് നമ്മുടെ കടമയാണ്. എനിക്കിത് മൊത്തം പറയാനുള്ള സമയമില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ എൻ്റെ നാട്ടിൽ ഞാൻ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ വിശ്വാസത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ വളരെ അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വിശ്വാസങ്ങളിലേക്കും മറ്റ് രീതികളിലേക്കും പോകുന്ന ആ ഒരു ട്രെൻഡ് അപകടകരമായി എൻ്റെ നാട്ടിൽ, കേരളത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്കോ സഭയുടെ രീതികൾക്കോ ഒന്നും അവരെ തടുത്തു നിർത്താൻ കഴിയുന്നില്ല. അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനൊക്കെ അപ്പുറത്ത് ഇന്ന് രാത്രി അവൻ്റെ ഉള്ളത്തിൽ യേശു കർത്താവിനോടൊരു സ്നേഹമുണ്ടായാൽ അവൻ ഈ ലോകത്ത് എവിടെ പോയാലും അവൻ തിരികെ വരും. അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ വരും. Let us pray that നഷ്ടമായി പോയ, അപ്പനെ വിട്ടേച്ചു പോയ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. So the first one, be undefiled. Going to the second one, be undignified. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, be undignified. ഈ വാക്ക് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. പലപ്പോഴും അൺഡിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാം. കാരണം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് പറയുന്നത് ഡിഗ്നിറ്റി എന്ന വേർഡാണ്. പക്ഷേ അൺഡിഗ്നിഫൈഡ് എന്ന വാക്ക് നാം ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? കർത്താവിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ സാക്ഷികളായി മാറുക എന്ന വിഷയം വരുമ്പോൾ സംടൈംസ്
we have to be undignified for the Lord's sake. ദൈവനാമ മഹത്വം നിമിത്തം അൺഡിഗ്നിഫൈഡ് ആകേണ്ടി വന്നാലും ആമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസ്സും നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസും ഒക്കെ ഒന്ന് മാറ്റിവെക്കേണ്ട വന്നാൽ ആമേൻ ഒരു മടിയും കൂടാതെ കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പുരോഹിതൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ യൂത്ത് ക്യാമ്പിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന സഭയിലെ യുവജനങ്ങളോട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം തിരുവല്ല പട്ടണത്തിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തിരുവല്ല സെൻട്രലിൽ ആ ട്രാഫിക്കിൻ്റെ മുന്നിൽ ആ സൈഡിൽ 2-3 ചെറുപ്പക്കാർ ജീസസ് സേവ്സ് യു, ജീസസ് ലവ്സ് യു എന്നൊക്കെ പറഞ്ഞുള്ള പ്ലക്കാർഡും പിടിച്ചോണ്ട് നിൽക്കുന്നു. അവരൊന്നും പറയുന്നില്ല, പക്ഷേ നല്ല മിടുക്കരായ ചെറുപ്പക്കാർ 2-3 പേരുണ്ട്. അവർ ഈ പ്ലക്കാർഡും ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നെന്ന്. അപ്പോൾ ഈ അച്ഛൻ പറയുകയാ, എനിക്ക് അവരാരാന്ന് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം എനിക്കറിയാം അവർ പെന്തക്കോസുകാരാന്ന്. അച്ഛൻ പറയുക, എനിക്കറിയാം ആ പിള്ളേർ പെന്തക്കോസുകാരാണ്, കാരണം അവരെ കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോലുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ അച്ഛൻ അവരുടെ യുവജനങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. സോ അതിനകത്തുനിന്ന് അദ്ദേഹം ഉദ്ദേശിച്ച എന്നാണെന്നറിയാമോ? കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ അവരുടെ ഡിഗ്നിറ്റി ഒന്നും അവർ നോക്കിയില്ല. They were ready to be undignified. They were ready to be undignified for God's sake. കർത്താവിൻ്റെ നാമ മഹത്വം നിമിത്തം കർത്താവിൻ്റെ നാമം ഉയർത്താൻ അവർ അൺഡിഗ്നിഫൈഡ് ആയി. അവർക്ക് കുഴപ്പമില്ലായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആമേൻ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ 24 മൂപ്പന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുൻപിൽ അവരുടെ കിരീടങ്ങളെ അവർ താഴെ വെച്ചുകൊണ്ട് അവർ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ഇടം എവിടെയാണെങ്കിലും, അത് വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും അത് പബ്ലിക്കിലാണെങ്കിലും എൻ്റെ തലയിലിരിക്കുന്ന കിരീടങ്ങളെ ഞാൻ താഴെ വെച്ച് എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടങ്ങാൻ എനിക്ക് മടി ഉണ്ടാകരുത്. കാരണം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും പാടുന്ന ഒരേ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. So I challenge my friends, I challenge my dear brothers and sisters, let us be ready even to be undignified for the Lord. ഈ വരും കാലങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ തെരുവിലേക്ക് ഇറങ്ങി നിന്ന് അവന്റെ നാമം ഉയർത്താൻ ഒരവസരം കിട്ടിയാൽ അത് കളയരുത്. നിങ്ങൾക്കറിയാമോ, ദാവീദ് രാജാവ് പെട്ടകം ഫെലിസ്ത്യർ കൊണ്ടുപോയി തിരിച്ചു പെട്ടകം പിടിച്ച് 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുകയാണ്. പെട്ടകം തിരിച്ചു കൊണ്ടുവന്ന ലഭിച്ച സന്തോഷത്തിൽ താൻ എല്ലാം മറന്ന് തൻ്റെ രാജവസ്ത്രമൊക്കെ മാറ്റി താൻ അവിടെയുള്ള തൻ്റെ ദാസന്മാരുടെ കൂടെ താൻ നൃത്തം ചെയ്ത് പെട്ടകത്തിൻ്റെ മുൻപിൽ ആരാധിക്കുമ്പോൾ തൻ്റെ ഭാര്യ മീഗിൾ കിളിവാതിലൂടെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. മീഗിളിനത് ഒരു എന്താ പറയുന്നത്, സ്റ്റാറ്റസിന് ചേരുന്നില്ലാത്തതുപോലെ തോന്നി. മീഗിൾ വന്നപ്പോൾ പറഞ്ഞു, അത് മോശമായി പോയി, നിന്റെ ദാസന്മാരുടെ മുമ്പ് നീ ഒരു രാജാവല്ലേ. എന്നെ അതിശയിപ്പിച്ച മറുപടി ദാവീദ് പറയുക, നിനക്കറിയാമോ, കാട്ടിക്കടന്നൊരു ദാവീദിനെ നിനക്കറിയാമോ? നിനക്ക് ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം നിന്റെ ഭർത്താവായ ഒരു ദാവീദിനെ അറിയത്തുള്ളൂ. പക്ഷെ കാട്ടിൽ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ദാവീദുണ്ട്. അവനെ ഇവിടം വരെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് അവന്. അതുകൊണ്ട് ആ കർത്താവിന്റെ മുമ്പിൽ നൃത്തം ചെയ്യേണ്ട വന്നാൽ ഇതിലും ഹീനമായി, ആ വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. I will dance for the Lord even more undignified than this. എൻ്റെ കർത്താവിനായി ഇനിയും ഹീനമായി നൃത്തം ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യും, because he is my Lord. അവൻ എൻ്റെ രക്ഷകനാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം, ഞാൻ എന്തിനാ ഇങ്ങനെ തുടക്കം മുതലല്ലേ ഇങ്ങനെ ഈ ആവേശത്തോടെ പറയുന്നേ? ആമേൻ. Come on. എൻ്റെ യേശു എന്നെ സ്നേഹിച്ചു. ഞാൻ വളരെ വേഗത്തിൽ നിർത്തുകയാണ്, എൻ്റെ സമയം ഇവിടെ തീരുകയാണ്.
ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ഞാനും ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ സൺഡേ സ്കൂളും ഒക്കെ പഠിച്ച് PYPയിലൊക്കെ പങ്കെടുത്ത് യൂത്ത് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. എന്നാൽ എൻ്റെ പ്ലസ് ടുവിന് ഞാൻ പഠിക്കുന്ന സമയത്താണ് സത്യത്തിൽ യഥാർത്ഥമായി ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുമ്പോൾ ഞാനത് തിരിച്ചറിയാൻ വൈകിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടിത് ഒരു ലജ്ജയും കൂടാതെ പറയുന്നത്. കാര്യം ഒരു പാസ്റ്ററുടെ മകൻ പ്ലസ് 2 ആയപ്പോഴാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നത് അത്ര എല്ലാവരോടും പറയാൻ കൊള്ളാവുന്ന സംഗതിയൊന്നുമല്ല. പക്ഷേ ഞാൻ യഥാർത്ഥമായി എൻ്റെ ഹൃദയം യേശുവിന് കൊടുത്തത് എൻ്റെ പ്ലസ് 2 കഴിഞ്ഞപ്പോഴാണ്. ജീവിതത്തിൻ്റെ ചില കൈപ്പേറിയ സാഹചര്യങ്ങളിൽ, വളരെ ബുദ്ധിമുട്ടുകളിലൂടെ ആമേൻ എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ആമേൻ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയൊന്നും വേണ്ട, മറ്റൊരു രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം, ജീവിതത്തിൽ ആമേൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തിൽ നിന്ന് ആമേൻ ഒരല്പം പിറുപിറുപ്പോടെ ആമേൻ ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് പോകാനൊരു ശ്രമം നടത്തുന്ന രാത്രി എൻ്റെ യേശു ഞാനായിരുന്ന എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. എന്നോട് എനിക്ക് ഒത്തിരി സാക്ഷ്യം പറയാനില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഇത്രേ ഉള്ളൂ. അന്ന് രാത്രിയിൽ എൻ്റെ കരച്ചിൽ നിർത്താൻ കഴിയാതെ ഞാൻ എൻ്റെ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന്. എൻ്റെ യേശു കർത്താവ് എനിക്കിന്നും അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തി ആമേൻ എൻ്റെ പിതാവ് എന്നെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്യുമോ അതേ ഫീലിംഗ് അന്ന് രാത്രി എനിക്ക് ആദ്യമായിട്ടുണ്ടായി. എൻ്റെ കർത്താവ് എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നത്. ആമേൻ എൻ്റെ ചെവിയിൽ ഞാൻ കേട്ട ശബ്ദം ഇതാണ്: ഈ ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മുമ്പിലും എന്നെ ഈ വചനം ഉയർത്തുവാൻ ആമേൻ ഇന്ന് രാത്രിയിലും എന്നെ പ്രേരിപ്പിക്കുന്നത് വർഷങ്ങളായി എൻ്റെ ചെവിയിൽ മുഴങ്ങി നിൽക്കുന്ന ആ വാക്കാണ്, ആ ഉറപ്പിക്കുന്ന വാക്കാണ്. ആമേൻ എനിക്ക് നിന്നെ വേണം. Come on, ഞാൻ നിർത്തുകയാണ്. So be undefiled, be undignified, at last be uncompromised. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, be uncompromised. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും നാം കോംപ്രമൈസ് ചെയ്യരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആമേൻ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറയുന്നു. എബ്രായ ലേഖനം 12:4 ഇപ്രകാരം പറയുന്നു: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തിനൊരു സ്വഭാവമുണ്ട്. ആമേൻ, അത് അവസരം കിട്ടാൻ നോക്കിയിരിക്കും ആമേൻ നിന്നെ വിഴുങ്ങിക്കളയാൻ. എന്നാൽ പാപം നിന്നെ വിഴുങ്ങുവാൻ അവസരം കാത്ത് ആമേൻ നിന്റെ മുൻപിൽ കിടക്കുമ്പോൾ അതിനെ ജയിച്ച് ആമേൻ നീ ഒന്ന് വീണുപോയെന്നോർത്ത് അവിടെ കിടക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്ക്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം. യോസേഫ് ഓടിയതുപോലെ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ആമേൻ ഇന്ന് രാത്രി നിന്റെ കാലുകൾക്ക് ദൈവം ബലം നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ ദൈവ പൈതലായി ജീവിക്കാൻ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് ബലം തരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന തലമുറകൾ, മക്കൾ എഴുന്നേറ്റ് വരട്ടെ. അവർ മാതൃകയുള്ളവരായി തീരട്ടെ. ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. ഈ കാലഘട്ടത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നവർ, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഈ തലമുറയിലും നിഷ്കളങ്കരായി ദോഷം വിട്ടകലുന്നവരായി ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. ഒന്ന്, പാപത്തോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. 2, പിശാചിനോട് കോംപ്രമൈസ് ചെയ്യരുത്. യാക്കോബ് 4:7 So humble yourself before God, resist the devil. പിശാചിനോട് വർത്താനം പറയാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പിശാചിനോട് എതിർക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ ഓരോ വ്യക്തി
പരമായ പ്രാർത്ഥനയും നിന്നെ തകർക്കാൻ പിശാച് ഒരുക്കിയിരിക്കുന്ന തന്ത്രങ്ങളെ പൊളിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം തന്നെ നടത്തുവാനാണ് ഇന്ന് രാത്രി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. At last, do not compromise with this worldly patterns. റോമാലേഖനം 12:2. Do not be conformed to the world, the patterns of the world. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ അവിടെ അവസാനിപ്പിക്കുമ്പോൾ, can you be undefiled? Can you be undignified for the Lord? And can you be an uncompromising child of God in this generation? ഇന്ന് രാത്രി ദൈവത്തിന്റെ ചോദ്യം ഇതാണ്: Will a godly generation rise in this end time? Will a godly generation rise in this end time? ഇന്ന് രാത്രി ഈ ചോദ്യം നിങ്ങളോടാണ്. ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ഈ കാലഘട്ടത്തിൽ, ഈ അവസാന നിമിഷം, അവൻ ദൈവ മഹത്വത്തിനായി ഓ ഗോഡ്ലി ജനറേഷൻ എഴുന്നേൽക്കുമോ? ഇന്ന് രാത്രിയിൽ അതിനായി നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുമോ? കർത്താവേ, ആ ചോദ്യം എന്നോടാണെങ്കിൽ, യേശോപ്പ, ഇന്ന് രാത്രിയിൽ ആ ചോദ്യം എന്നോടാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ സമർപ്പിക്കുന്നു, എന്നെ അതിനായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അടുത്ത് മാതാപിതാക്കളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഇത് ദൈവത്തോട് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ ജനറേഷനിൽ ഞാനുമുണ്ടെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കേ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ അവിടെ ഇരുന്നോണ്ട് അവരുടെ കരങ്ങൾ ഉയർത്തി നിങ്ങൾ കാണുന്നെങ്കിൽ, ദയവായി അവരുടെ തലയിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് വെച്ചേ. ഇപ്പൊ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പാസ്റ്റേഴ്സ് ഇല്ല, പക്ഷെ നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിലേക്കൊന്ന് വെച്ചേ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ദൂരെയാണെങ്കിൽ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അവരുടെ തലയിലൊന്ന് കൈവച്ചേ. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും, പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജ്യം നിന്നും. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും, പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജ്യം നിന്നു. എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മ വച്ചണച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. എന്നെ തള്ളിക്കളയാത്ത യേശുവേ, എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മ തന്നണച്ചു നീ, എന്നിൽ നന്മകൾ വർഷിപ്പിച്ചു. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. ഒന്ന് പാടുമോ? നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാ
ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. എൻ്റെ കൂടെ ഒന്ന് പാടുമോ? ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട അങ്ങയുടെ മക്കളെ ഒരിക്കൽ കൂടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി മുതൽ ഇവരിൽ ഒരു മാറ്റം തുടങ്ങട്ടെ. ഇവരുടെ സംസാരത്തിൽ, ഇവരുടെ ഇടപെടലുകളിൽ, ഇവരുടെ പ്രാർത്ഥനകളിൽ, ഇവരുടെ സ്പിരിച്വൽ വിഷയങ്ങളിലൊക്കെ ഒരു വലിയ മാറ്റം ഈ ദിവസങ്ങളിൽ ഇവരുടെ മാതാപിതാക്കൾ സെൻസ് ചെയ്യട്ടെ. ഇവരുടെ സഭ അത് സെൻസ് ചെയ്യട്ടെ. ഇവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇവരുടെ ടീച്ചേഴ്സ് സെൻസ് ചെയ്യട്ടെ. ഇവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇവരുടെ സുഹൃത്തുക്കൾ മനസ്സിലാകട്ടെ. കർത്താവേ, ആ മാറ്റം ഒരു കാന്തിക ശക്തി പോലെ ഈ ദിവസങ്ങളിൽ അനേകരെ കർത്താവിങ്കലേക്ക് ആകർഷിക്കുന്ന ആമേൻ ഒരു സംഭവമായി അത് മാറട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ, ഈ സഹോദരങ്ങൾ, ഈ യൗവനക്കാർ ഈ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അവരേത് രാജ്യത്ത് പോയാലും അണയാത്ത തീ പോലെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ആളിക്കത്താൻ ദൈവം അവരെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഒരിക്കലും അണയാത്ത ഉണർവിൻ്റെ അഗ്നി അവരിൽ അങ്ങ് കത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. സകലമാനവും മഹത്വം അങ്ങേക്ക്. ഈ കാലഘട്ടത്തിൽ കർത്താവെ, അൺഡിഗ്നിഫൈഡ് ആകേണ്ടി വന്നാലും സാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത, പാപത്തോട്, ശത്രുവിനോട്, ഈ ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാതെ, നിത്യതയോളം മലിനമേൽക്കാതെ എത്തുവാൻ ദൈവം അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് സഹായിച്ചാട്ടെ. സകലമാനവും മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരൊറ്റ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇതെല്ലാം നിങ്ങളുടെ തലയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ വാക്ക് പറയാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ വിട്ടേച്ച് എങ്ങും പോകരുത്. അപ്പനോട് ചേർന്ന് നിന്നാൽ മതി, വേറൊന്നും നോക്കണ്ട. അപ്പൻ കൂടെ ഇല്ലാത്തപ്പോഴാണ് അപകടത്തിൽ നീ പെടുന്നത്. അപ്പൻ്റെ കൂടെ നീ നിൽക്കാത്തപ്പോഴാണ് നിനക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പനോട് ചേർന്ന് നിൽക്കുക, അവൻ നിന്നെ ചേർത്ത് പിടിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദിസ് ചർച്ച്, CFA യൂത്ത്. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേക പാസ്റ്റർ ബിനോയ് ആൻഡ് ഫാമിലി ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് നൽകിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ സൂം മീറ്റിങ്ങിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് വളരെ ക്ഷമയോടെ ഈ 1.25 മണിക്കൂറോളം നിങ്ങൾ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ അവർ ഭയങ്കര ബ്ലെസ്ഡായി അവർ മാറട്ടെ. പ്രത്യേകിച്ച് എന്നെ ഇന്ന് ശുശ്രൂഷയിൽ സഹായിച്ച പ്രിയ ഹാനോക്ക്, പ്രിയ നോവ, അതുപോലെ തന്നെ ബ്രദർ ഷാജൻ ആൻഡ് ടോം, നിങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. May God bless you all. കർത്താവിനായി നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.